ഏകദേശം സമയം 1 മണി കഴിഞ്ഞെന്ന് തോന്നുന്നു. ട്രെയിൻ കോയമ്പത്തൂർ കഴിഞ്ഞു എന്നാണ് എൻ്റെ വിശ്വാസം. അപ്പത്തേനും ഒരു പുള്ളി വന്നിട്ട് എൻ്റെ കാലെ തട്ടിയേ. ഹലോ, എല്ലാവരും ഹാപ്പി അല്ലേ? ഇവനെന്താ ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുന്നത് എന്നല്ലേ നിങ്ങൾ ചിന്തിക്കുന്നത്? ഞാനും അത് തന്നെയാട്ടോ ചിന്തിക്കുന്നത്. ഞാനെന്തിനാ ഇങ്ങനെ ചിരിക്കുന്നത്? ഞങ്ങളെ ഈ ക്രിസ്മസിന് വേളാങ്കണ്ണിക്ക് പോയായിരുന്നു. കുറേ നാളായി വീഡിയോ ഇടണം എന്ന് ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു. പക്ഷേ സമയം കിട്ടുന്നില്ലായിരുന്നു എഡിറ്റ് ചെയ്യാൻ. ഞങ്ങൾ ഡിസംബർ 23 വൈകിട്ട് കാരിക്കൽ എക്സ്പ്രസ്സിനാട്ടോ വേളാങ്കണ്ണിക്ക് പോയത്. എന്നിട്ട് നാഗപട്ടണത്തിൽ ചെന്ന് ഇറങ്ങി അവിടുന്ന് ഒരു ബസ് കയറിയാന്ന് വേളാങ്കണ്ണി ചെന്നത്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും ആണെങ്കിൽ ഞങ്ങളൊരു റൂം എടുത്തു. ഞങ്ങൾ മുൻകൂട്ടി റൂമൊന്നും ബുക്ക് ചെയ്തിട്ടില്ലായിരുന്നു. അവിടെ ചെന്നിട്ടാണ് റൂം എടുത്തത്. ശരിക്കും അത്യാവശ്യം നല്ലൊരു വൃത്തിയുള്ളൊരു റൂം തന്നെ കിട്ടി കേട്ടോ. അത് കഴിഞ്ഞ് കുറച്ച് നേരം റെസ്റ്റൊക്കെ എടുത്ത് ഞങ്ങൾ വൈകുന്നേരം പള്ളിയൊക്കെ പോകാനായിട്ട് ഇറങ്ങിയേ. പള്ളി പോകുന്നതിനിടയ്ക്ക് ഒരു ചായയും കുടിച്ചിട്ട് അങ്ങോട്ട് പോയത്. നല്ല ചായ ആയിരുന്നു കേട്ടോ. അത് നിങ്ങൾക്ക് എൻ്റെ മുഖത്തെ എക്സ്പ്രഷൻ കാണുമ്പോഴേ മനസ്സിലാവുന്നുണ്ടല്ലേ. അത് കഴിഞ്ഞ് ഞാൻ നോക്കിയപ്പോഴത്തേനും കുറച്ച് കിളികൾ മണ്ണി കടന്ന് കളിക്കുന്നു. ഇതെന്ത് കിളിയാണെന്നൊന്നും എനിക്ക് അറിയത്തില്ല കേട്ടോ. എന്തോ ഒരു കിളി. ഇവിടുത്തെ ലൈറ്റൊക്കെ നോക്കിയേ, എന്ത് രസമല്ലേ കാണാൻ. ആ അറ്റം മുതൽ ഈ അറ്റം വരെ നിരത്തി പിടിച്ച് ലൈറ്റ് ഇട്ടേക്കുക. കൊള്ളാട്ടോ. പിന്നെ വേളാങ്കണ്ണിയിലാണെങ്കിൽ അത്യാവശ്യം വലിയൊരു ക്രിസ്മസ് ട്രീ ഉണ്ടായിരുന്നു. അതും കഴിഞ്ഞ് ഞങ്ങൾ കടപ്പുറത്തോട്ട് പോയേ. പോകുന്ന വഴിക്കൊരു പിന്നെ ഒരു ചായ കുടിച്ചു. അത് കഴിഞ്ഞ് കടപ്പുറത്ത് പോയി കുറച്ചേരം ഇരുന്ന് കേട്ടോ. നല്ല കാറ്റുണ്ടായിരുന്നു. പിന്നെ ഇത് കഴിഞ്ഞപ്പോഴത്തേനും മീൻ ഫ്രൈ കഴിക്കാൻ പോയേ. മീൻ ഫ്രൈ എന്ന് പറയുമ്പോൾ കൂന്തൽ ഫ്രൈ ആണ് മേടിച്ചത്. ഒരുപാട് ഐറ്റംസ് ഉണ്ടായിരുന്നെങ്കിലും ഞങ്ങൾ മേടിച്ചത് കൂന്തൽ ഫ്രൈ ആണ്. നമ്മൾ ഈ വേളാങ്കണ്ണി പോകുന്ന വഴിക്ക് അവിടെ നിറച്ചും കുറേ കടകളൊക്കെ ഉണ്ട്. അതൊക്കെ കണ്ടുകൊണ്ടിങ്ങനെ പോകുന്നു. ഒന്നും മേടിക്കാനൊന്നുമില്ല കേട്ടോ. പിന്നെ ഫുഡും കഴിച്ച് റൂമിൽ വന്ന് ജസ്റ്റ് ഒന്ന് ഫ്രഷ് ആയേ. രാത്രി കുർബാനയ്ക്ക് പോണേ. ഹലോ, എന്നൊക്കെയുണ്ട്? എല്ലാവരും ഹാപ്പി അല്ലേ? ഞങ്ങളേ രാത്രി കുർബാനയ്ക്ക് പോകാനുള്ള ഒരുക്കത്തിലാട്ടോ. ഇതാണെങ്കിൽ നമ്മുടെ റൂമിൽ നിന്ന് പുറത്തോട്ട് നോക്കുമ്പോൾ ഒരു കാഴ്ച കേട്ടോ. എന്നോട് കുറച്ച് പേര് ചോദിച്ചായിരുന്നു റൂം എടുത്തപ്പോഴത്തേനും എത്ര രൂപയായെന്ന്. ശരിക്കും ഞങ്ങൾ 24 മണിക്കൂറിനാണ് റൂം എടുത്തത്. അപ്പോൾ 800 രൂപയായുള്ളൂ. നോൺ AC റൂമായിരുന്നു എടുത്തത്. ഞാൻ പപ്പായോട് ചോദിച്ചായിരുന്നേ, പപ്പായ 10:30 പോയാൽ മതിയോ? 11:30 കുർബാന. പക്ഷേ പലയിടത്തു നിന്നുള്ള ആൾക്കാരുള്ളതുകൊണ്ട് എനിക്കൊരു ചെറിയ ടെൻഷൻ ഉണ്ടായിരുന്നു ഇരിക്കാൻ സീറ്റ് കിട്ടുമെന്നുള്ളത്. പപ്പ പറഞ്ഞു 10:30 പോയാൽ മതിടാ, എന്താണെങ്കിലും സീറ്റ് കിട്ടുമെന്നേ. പോകുന്ന വഴിക്ക് പപ്പായോട് ഞാൻ ഒന്നും കൂടെ ചോദിച്ചു, സീറ്റ് കിട്ടുമായിരിക്കുമല്ലോ അല്ലേ? പപ്പ പറഞ്ഞു എന്നെ ആണെങ്കിലും കിട്ടും. അങ്ങനെ പള്ളി ചെന്നപ്പോൾ ഉള്ള കാഴ്ച കേട്ടോ ഇത്. സീറ്റ് കിട്ടിയില്ലെന്ന് മാത്രമല്ല, ഞാനാണെങ്കിൽ ഡോറെ ചാരി പുറകിയിരുന്നേ. പപ്പ എന്ത് ചെയ്യുന്നില്ലേ? ഇതേ ഫ്രണ്ടിലോട്ട് കേട്ടോ. പപ്പായും അനിയത്തിയും അവിടെ നിലത്ത് തന്നെ ഇരിപ്പുണ്ട് ഫ്രണ്ടിൽ. തമിഴ് കുർബാനയായിരുന്നേ. എനിക്ക് കാര്യമായിട്ടൊന്നും മനസ്സിലായില്ല. പിന്നെ ഇടയ്ക്ക് മലയാളത്തിൽ എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു. ആകെ മനസ്സിലായത് ആമേൻ എന്ന് പറയുന്നത് മാത്രം കേട്ടോ. കുർബാന പെട്ടെന്ന് തീരുമെന്ന് ഞാൻ ഓർത്തത്. പക്ഷേ ഏകദേശം 2-2.5 മണിക്കൂർ എടുത്തേ. പിന്നെ നേരെ റൂമിലോട്ട് വന്നു. പിന്നെ കിടന്ന് നല്ലൊരു ഉറക്കം ഉറങ്ങി. രാവിലെ 11 മണിയായപ്പോൾ ഞങ്ങൾ ലേറ്റ്. രാവിലത്തെ ഫുഡും കഴിച്ച് ഒന്നുകൂടെ എല്ലാ പള്ളിയിലൊക്കെ പോയേ. ശരിക്കും എനിക്ക് ഈ പള്ളിയിൽ ചുമ്മാ ഇങ്ങനെ ഇരിക്കുന്നത് ഭയങ്കര ഇഷ്ടമാട്ടോ. അവിടുത്തെ ഒരു സമാധാനം വേറെ എങ്ങും കിട്ടത്തില്ലല്ലേ. പള്ളിയിൽ നിന്ന് ഇറങ്ങിയപ്പോഴത്തേനും ദേ ഇവരെ കണ്ടു കേട്ടോ. എന്ത് രസമല്ലേ ഇവരെ കാണാൻ, എന്ത് ക്യൂട്ടാ. ദേ തള്ളപ്പട്ടിയുണ്ട് അപ്പുറത്ത്. അത് കഴിഞ്ഞ് വേളാങ്കണ്ണിയോട് ബൈബൈയും പറഞ്ഞ് ഞങ്ങൾ അവിടുന്ന് പോന്നേ. 5:30 ഞങ്ങളുടെ ട്രെയിൻ നാഗപട്ടണത്ത് നിന്ന്. അപ്പം ഞങ്ങൾ അവിടുന്ന് KSRTC ബസ്സിൽ കയറി തിരിച്ച് നാഗപട്ടണം റെയിൽവേ സ്റ്റേഷനിൽ വന്നേ. ഒരു അരമണിക്കൂറത്തെ കാത്തിരിപ്പിന് ശേഷം ഞങ്ങളുടെ ട്രെയിനും വന്നു. അങ്ങനെ ഞങ്ങൾ ട്രെയിനിൽ കയറി വേളാങ്കണ്ണിയോടും നാഗപട്ടണത്തോടും ഒക്കെ ബൈയും പറഞ്ഞ് അവിടുന്ന് പോന്നേ. ട്രെയിൻ ഏകദേശം കോയമ്പത്തൂർ കഴിഞ്ഞെന്ന് തോന്നുന്നു. ഒരു 1 മണിയായി കാണും. അപ്പത്തേനും ഒരു പുള്ളി വന്നെൻ്റെ കാലെ തട്ടിയേ. ഞാനാണെങ്കിൽ ഏറ്റവും മുകളിലത്തെ ബോഗി കിടന്ന് നല്ല കിടുക്കൻ ഉറക്കമായിരുന്നു. പുള്ളി എൻ്റെ കാലേ തട്ടിയിട്ട് പറഞ്ഞു, അണ്ണൈ ഇറങ്ങി താഴെ വാങ്ങോ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ചോദിച്ചു, എന്നാ പറ്റി അണ്ണൈ, എന്തെണ്ണൈ കാര്യം എന്ന് ചോദിച്ചു. അപ്പത്തേനും പുള്ളിക്കാരൻ പറഞ്ഞ്, അണ്ണൈ ഇത് എന്നോട് സീറ്റെന്ന്. ഞാൻ പറഞ്ഞ്, അണ്ണാ ഇത് എൻ്റെ സീറ്റാന്ന്. ശരിക്കും താഴെ ഇറങ്ങി ചെന്നപ്പോൾ തന്നെ എനിക്ക് കാര്യം കത്തിയായിരുന്നേ. അണ്ണന് ചെറിയ രീതിയിൽ ആട്ടം ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ ടിക്കറ്റ് മേടിച്ച് നോക്കിയപ്പോഴത്തേനും വന്നെങ്കിൽ അത് ലോക്കലിലെ ടിക്കറ്റായിരുന്നു. ഞാൻ എന്നിട്ട് അടുത്ത സ്റ്റോപ്പ് ആയപ്പോഴത്തേനും പുള്ളിക്കാരനെ ഏറ്റവും കടസിയിലോട്ട് പോങ്കോ എന്ന് പറഞ്ഞ് അദ്ദേഹത്തിന് ടാറ്റായും കൊടുത്ത് ബൈ ബൈ പറഞ്ഞു വിട്ടെ. അദ്ദേഹം ഹാപ്പി, ഞാനും ഹാപ്പി. അത് കഴിഞ്ഞ് ഞാൻ തിരിച്ചു വന്ന് പിന്നെയും കിടന്നുറങ്ങി. രാവിലെ 7 മണിയായപ്പോഴത്തേനും ഞങ്ങൾ എറണാകുളം ജംഗ്ഷനിൽ വന്നു കേട്ടോ. അത് കഴിഞ്ഞ് റെയിൽവേ സ്റ്റേഷന് പുറത്തിറങ്ങി. അപ്പോഴാട്ടത് ഇവനെ കാണുന്നേ. എന്ത് രസമല്ലേ ഇവനെ കാണാനായിട്ട്. അടിപൊളിയായിട്ടുണ്ട്, സുന്ദര കുട്ടപ്പൻ തന്നെ. അപ്പോൾ അടുത്ത വീഡിയോ കാണാവേ. ബായ്.